CMR ലെക്സാലോജിക് ഇടപാടിനെ കുറിച്ച് SFIO നടത്തുന്ന അന്വേഷണം ചോദ്യം ചെയ്തുള്ള CMRന്റെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് അന്തിമവാദം കേൾക്കാൻ പോവുകയാണ്. ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയാണ് ഹർജിയിൽ വാദം കേൾക്കുന്നത്. CMRൽ നൽകിയ ഹർജിയിൽ ഉച്ചയ്ക്ക് 2:30-ക്കായിരിക്കും വാദം കേൾക്കുക. ബി ബാലഗോപാൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബാലു, ഇതോടുകൂടി കേസുകളെല്ലാം തന്നെ മാറ്റണമെന്നുള്ളതാണ് CMRന്റെ വാദം. അവരുടെ കൃത്യമായ രീതിയിൽ തന്നെ വരികയാണെങ്കിൽ മറ്റു നടപടിക്രമങ്ങൾ എന്തായിരിക്കും? കോടതിയിൽ നിന്ന് എന്ത് വിധിയാണ് പ്രതീക്ഷിക്കുന്നത്? മാർഷലെ, ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോടതിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. ഒന്ന്, ഈ കേസിലെ അന്തിമ വാദം കേൾക്കൽ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. രണ്ടാമതായി, ഈ കേസിലെ തുടർ നടപടികൾ, അതായത് SFIO കേരളത്തിലെ കോടതിയിൽ, വിചാരണ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കാരണം അങ്ങനെ സ്റ്റേ ചെയ്തില്ല എങ്കിൽ ED അന്വേഷണം ഉൾപ്പെടെ ഉള്ള സാധ്യത ഉണ്ട് എന്ന് CMRന്റെ അഭിഭാഷകൻ കഴിഞ്ഞ തവണ തന്നെ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സ്റ്റേ ആവശ്യം വീണ്ടും ശക്തമായി CMRന് വേണ്ടി ഹാജരാകുന്ന സീനിയർ അഭിഭാഷകരായ കപിൽ സിബലും അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ലൂത്രയും കോടതിയിൽ ആവശ്യപ്പെടാനാണ് സാധ്യത. പക്ഷേ സ്റ്റേ നൽകുന്നതിന് ശക്തമായി തന്നെ SFIO എതിർക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിനെ സംബന്ധിച്ച ഒരു സത്യവാങ്മൂലം ഒരുപക്ഷെ SFIO ഈ ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാനും സാധ്യതയുണ്ട്. ഇതുകൂടി പരിഗണിച്ചതിന് ശേഷം ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് CMRന് മാത്രമല്ല ഈ കേസിലെ മറ്റു പ്രതികളെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചില്ല എങ്കിൽ നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കേസിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമവുമായി ബന്ധപ്പെട്ട് ഉള്ള തുടർ നടപടികളിലേക്ക് EDയും മറ്റും കടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികളും കേസുമായി ബന്ധപ്പെട്ട മറ്റെല്ലാവരും ഇന്ന് ഉച്ചയ്ക്ക് ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന ഈ നടപടികളെ വളരെ സശ്രദ്ധമാണ് ശ്രദ്ധിക്കുന്നത്. സ്റ്റേ ഉണ്ടോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാർഷൽ, ശരി, ഈ 2:30-ക്കാണ് കോടതി വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അന്തിമവാദം കേൾക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ CMRലെ ഹർജിയിൽ സ്റ്റേ വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.